ഏറ്റവും വിലക്കുറവിൽ സോറി ടാഗ് മാറിപ്പോയി. ഏറ്റവും വില കൂടുതൽ അഹാന സിൽക്സ്, അഷാദിക സിൽക്സ്, അങ്ങനെ എന്താണ്ടാണ്. മധുര സ്വപ്നങ്ങളേകും അഹാന സിൽക്സ്, പണത്തേനു വേണ്ടി എന്തും ചെയ്യും അഹാന. എടി വസന്തി, വസന്ത് പിന്നെയും വന്നിരിക്കുകയാണ്. അഹാന ഓൺ എയർ അല്ല, അഹാന ഓൺ സ്പേസ്. നമുക്ക് കമൻറ്റ് സെക്ഷനിൽ നിന്ന് തുടങ്ങാം. അഹാന പുതിയ റീൽ ഇട്ടിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് അവരുടെ സിയ ബൈ എന്താണ് അഷാദിക, അങ്ങനെ എന്താണ്ടാണ്, അഹാദിശിക എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ന്യൂ ബ്രാൻഡാണല്ലോ, സാരിയുടെ ബ്രാൻഡാണ്. അപ്പം അതിൽ ഒരു അതാ പൂവെറിയുന്ന കണ്ടോ, നിങ്ങൾ കണ്ടോ കയറിന്ന് ഒന്നും കൂടെ കാണാം. റെഡി, ചേച്ചി റെഡി ആവാണ്, ചേച്ചി റെഡി ആവട്ടെ. പൂവെറിയുന്ന വളരെ നാച്ചുറലായിട്ട് ചേച്ചി അഭിനയിക്കുന്നുണ്ട്. ആ പൂ എടുത്തു, മെല്ലെ അപ്പോൾ വരട്ടെ. റെഡി, 1 വാട്ട് ഈസ് ദിസ് അഹാന, വാട്ട് ആൻ ആർട്ടിഫിഷ്യാലിറ്റി. ഹായ്, എന്താ രസം. ഇവരുടെ വിചാരം ഇത് ഭംഗിയാണെന്നാണ്. ആ അടിയിൽ വരുന്ന കമൻറ്റ് സെക്ഷൻ മൊത്തം ഒരു കമൻറ്റ് പോലും ഞാൻ അതിൽ നന്നായിട്ട് കണ്ടില്ല. ഒന്നാമത് ആ സാരി കൊള്ളില്ല എന്നുള്ള, അതൊരു ഭംഗിയില്ല എന്നുള്ള ഒരു കമൻറ്റ് ഒരുപാടുണ്ട്. ഇവരെന്ത് ചെയ്താലും ഇവരിടുന്ന ഡ്രസ്സിനെ നല്ലതായിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർ പോയ സാധനം, അവർ കഴിക്കുന്ന ഫുഡ്, അതിനൊന്നും ആരും ഒരു നെഗറ്റീവ് പറയാറില്ല. ഇപ്പോഴും അവർ വെൽ ഡ്രസ്ഡ്, അവർ ഡ്രസ്സിനെ എപ്പോഴും എല്ലാവരും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഡ്രസ്സ് നന്നായിട്ടുണ്ട്, പക്ഷേ ചാളമേരിയുടെ വായാണെന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇതിൽ ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ ആ ഡ്രസ്സ് ഒട്ടും കൊള്ളില്ല എന്നുള്ളതാണ് കമൻറ്റ് തുടങ്ങുന്നത് തന്നെ. ആ ഒരു കമൻറ്റിന് തന്നെ ഇഷ്ടം പോലെ ലൈക്ക് ഉണ്ട്. അതുപോലെ സിയ സ്വാഹ, പിന്നെ എല്ലാ വീട്ടിലും ഓരോ കുമ്മു, പിന്നെന്താണ് ചിക്കൻ കാലിന് വേണ്ടി അടിവെക്കുന്ന ഒരു ഫാമിലി, സാരി കൊള്ളില്ല എന്നുള്ളവർ, അഭിപ്രായമുള്ളവർക്ക് ലൈക്ക് അടിക്കാമെന്ന് പറയുന്ന ആ ഒരു കമൻറ്റിന് 4.2K ലൈക്സ് ആണ്. അതറിയോ, കാരണം ആ സാരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയില്ല. നോർമലി അവർ അതിൽ ഡ്രോപ്പ് ചെയ്യുന്ന സാരി വളരെ ഭംഗിയായിട്ടുണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തവണ ഓണത്തിന് വേണ്ടി അവർ സെലക്ട് ചെയ്ത ഈ സാരി ഭംഗിയില്ല. അതൊന്നും ആ സാരിക്ക് ഒട്ടും മാച്ചല്ലാത്ത ഒരു ബ്ലൗസാണ് അഹാന വെയർ ചെയ്തിട്ടുള്ളത്. അപ്പം അതിനെ പറ്റിയിട്ടും ആളുകൾ വളരെ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നോർമലി അവരെ പറ്റിയാണ് പറയാറ്, അവരുടെ ഡ്രസ്സിങ്ങിനെ പറ്റി നല്ല കോംപ്ലിമെൻറ്റ്സ് ആണ് കിട്ടാറ്, എസ്പെഷ്യലി അവരുടെ സാരി. ഇവരുടെ സാരിക്ക് ഇത്രയും വില കൂടാൻ ഒരു കാരണം കൂടിയുണ്ട്. കാരണം അവർ ഹാൻഡ് പിക്ഡ് ആണെന്നാണ് പറയുന്നത്. അതായത് അവരെടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് എണ്ണം കൂടി ബാക്കിയുള്ളവർക്ക് എടുക്കാം എന്നുള്ള രീതിക്കുള്ള ഒരു ഇതാണ്, ഒരു തീമാണ് അവരുടേത്. അതൊരു സാരി ബ്രാൻഡ്, അങ്ങനെ ഒരുപാട് കളക്ഷൻ എടുത്ത് സാരി വിൽക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ടൈപ്പല്ല. അതായത് ഇവർ സെലക്ട് ചെയ്യുന്ന, ഇവരോട് ആളുകൾ ചോദിക്കുക എവിടെ നിന്നാണ് എടുത്തേ, ഭംഗിയുണ്ടല്ലോ എന്ന് പറയുന്ന കുറച്ച് കളക്ഷൻസിൽ നിന്ന് അവർ കുറച്ച് എണ്ണം അധികം വാങ്ങിക്കും. ഇവർക്ക് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് അധികം വാങ്ങിച്ച് അതാണ് സെയിൽ ചെയ്യുന്നത്. അതെല്ലാവരും, എവ്രി വൺ, അതായത് ഇതിൽ ദിയ ഒഴികെ ബാക്കി എല്ലാവരും സാരി വാങ്ങിക്കുന്നവരും വിൽക്കുന്നവരും ആണ്. അവരെടുക്കുന്ന ഹാൻഡ് പിക്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യാഥാർത്ഥ്യം എന്താണെന്ന് ആർക്കും അറിയില്ല. വില കൂടുതൽ ഇവർ തുടക്കകാലം തൊട്ടേ വില കൂടുതലാണ്. അതുപോലെ തന്നെ സോൾഡ് ഔട്ട് ആവാറുമുണ്ട്. ഇതാരും വാങ്ങിക്കാതിരിക്കുന്നൊന്നുമില്ല. ഇനി എനിക്ക് അറിഞ്ഞൂടാ, അവർ സോൾഡ് ഔട്ട് എന്നാണ് അതിൽ കാണിക്കുന്നത്. കമൻസ് വായിക്കണം, ചിരിച്ചു പോകണം. ഇതിലുള്ള ഓരോ കമൻസും നമുക്കൊന്ന് വായിക്കാം. എന്തൊരു ഓവർ ആക്ടിങ്, വളിച്ച കുറേ എക്സ്പ്രഷൻ, എന്തോ വലിയ സംഭവമാണെന്നാ വിചാരം, ഫാമിലിയും കണക്കാം. എടി വസന്തേ, അയ്യോ എടി വസന്തേ എന്നുള്ള കമൻറ്റ്, എൻ്റെ ദൈവമേ എത്രയാണ് എടി വസന്തേ എന്നുള്ള കമൻറ്റ്. ചിരി ആർട്ടിഫിഷ്യലായി തോന്നുന്നു, നല്ല വിഷമമുണ്ട് മുഖത്ത്. ശരിയാണ്, അവർ ഒരു മാസത്തിലധികമായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്, കാരണം അതിൻ്റെ ഒരു കമൻറ്റ് സെക്ഷൻ എന്തായിരിക്കും എന്നുള്ളതിന് അഹാനയ്ക്ക് നല്ലൊരു ധാരണയുള്ളതുകൊണ്ട് അഹാന സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോ ചെയ്തിട്ട് മോർ ദാൻ 1 month, അതായത് ആ ഒരു പ്രശ്നത്തിന് ശേഷം അഹാന ഡിഡിൻറ്റ് പോസ്റ്റ് എനി വീഡിയോസ്. ഇതിൽ ഇത്ര റേറ്റ് ഇടാൻ എന്താ ഉള്ളത്, നോട്ട് അറ്റ് ഓൾ വർത്ത്. ആരാ ഇതിൽ നിന്ന് വാങ്ങിക്കുന്നത്? 2000-ൻ്റെ സാധനം 20,000-ന് വിൽക്കുന്ന പരിപാടി നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് സാരി ബിസിനസ്സിന് ചെയ്യുന്നു. ഇത്രയും കൊള്ളലാഭം ആരും എടുക്കുന്നില്ല. വസന്ത ചാളമേരി എസ്തറ്റിക് ക്വീൻ, നല്ല തറവാടിത്തം. അയ്യോ, ആ കമൻറ്റിനൊക്കെ ലൈക്സ് എത്രയാണെന്നറിയോ?
ഇതൊക്കെ വാങ്ങാനും ആളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കട്ട ലോക്കൽ ഓവറാക്കി ചളമാക്കല്ലടി, എടി വസന്തേ ഒരു ക്വാളിറ്റി ഇല്ല, കോളനി കൂതറ ഫാമിലി ഓവർ ആക്ടിങ്, ചാളമേരി പ്രോമാക്സ് സാരി കൊള്ളില്ല, കോളനി അഹാന, അമ്മച്ചിയുടെ ചുരിദാർ തിരിച്ചു കൊടുക്കുക ആദ്യം. അതായത് അവരുടെ മുത്തശ്ശിയുടെ ചുരിദാർ എടുത്തുകൊണ്ട് പോയി സിന്ധു കൃഷ്ണ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി, അതായത് അവരുടെ അമ്മൂമ്മ. അപ്പം അമ്മൂമ്മയുടെ ചുരിദാർ ആദ്യം തിരിച്ചു കൊടുക്കുക, എന്നിട്ട് സാരി എടുക്കാം. ഓവർ ആക്ടിങ്. പൂവ് എറിയുമ്പോൾ ഉള്ള ചിരി നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. അമ്മച്ചിമാർ പള്ളിയിൽ ഉടുക്കുന്ന സാരി പോലെയുണ്ട്. ഇപ്പോൾ അഹാനയുടെ വീഡിയോ കാണുമ്പോഴെല്ലാം അമ്മൂമ്മയ്ക്ക് അയച്ച മെസ്സേജുകളാണ് ഓർമ്മ വരുന്നത്. ലാസ്റ്റ് പോസ്റ്റിൽ വസന്ത അമ്മൂമ്മയെ പോലെ തന്നെയാണ് തോന്നുന്നത്. സെയിം സാരി വേറെ സൈറ്റിൽ 4800 ഇവർ അത് വിൽക്കുന്നത് 7500. അതാണ് യഥാർത്ഥ പ്രശ്നം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെടുത്ത ഈ സെയിം സാരി വേറെ സൈറ്റിൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ വേറൊരു വ്യക്തി വിൽക്കുന്നത് 4800 രൂപയ്ക്കാണ്. 2699 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഇവർ വിൽക്കുന്നത് 7499 രൂപയ്ക്കാണ്. അപ്പോൾ അതാണ് പ്രധാന പ്രശ്നം. ഇവർ വിൽക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടല്ലോ. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ഹെയർ സ്റ്റൈലിസ്റ്റിന് പൈസ കൊടുക്കണം, ഫോട്ടോഗ്രാഫിക്ക് പൈസ കൊടുക്കണം, പൂക്കളം ആ സെറ്റിങ്സിന് പൈസ, പിന്നെ വേറെന്താ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഇതിനൊക്കെ പൈസ കൊടുക്കണ്ടേ? അവർ 4 പേരും കൂടി ഇത്രയും മേക്കപ്പ് ചെയ്ത് ഹെയർ സ്റ്റൈൽ ചെയ്ത് ആ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വീഡിയോഗ്രാഫിക്ക് ആളെ വിളിച്ച് ചെയ്യിക്കുമ്പോൾ പൈസയാവും. മറ്റവർ വീഡിയോഗ്രാഫർ ഇല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ല, ഹെയർ സ്റ്റൈലിസ്റ്റ് ഇല്ല. അവർ ആ സാരി എടുക്കുന്നു, ഫോണിൽ വീഡിയോ എടുക്കുന്നു, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. അത് രണ്ടും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അതിൻ്റെ പൈസ കിട്ടണ്ടേ? ഇവരിത്രയും ആരാധിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി ഇത്രയും നല്ല വൃത്തിക്ക് വീഡിയോ എടുക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും അതിൻ്റെ പൈസ തിരിച്ചു കൊടുക്കണമല്ലോ. അതെന്താ ആളുകൾ മനസ്സിലാക്കാത്തത്? എനിക്ക് മനസ്സിലാകാത്തത്. ഒരു വേദനിക്കുന്ന കോടീശ്വരിയാണ് ആക്ച്വലി അഹാനയുടെ ഒരു വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സത്യം പറയാലോ അഹാന, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. എന്തുകൊണ്ടോ ജനങ്ങൾ അത് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. എടി വസന്തേ എന്ന പേരിലും ഒരെണ്ണം, അതായത് ഇവർ ഈ പേരിട്ട് ഒരു പെൺകുട്ടിയുടെ പേരിട്ട് റുക്മിണി അമ്മ എന്ന പേരാണ് ഈ സാരിയുടെ പേരാണ് റുക്മിണി. അപ്പം ആ പേരിടുന്നതിനും വേണ്ട ഒരു എമൗണ്ട്. മറ്റേ വ്യക്തി എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ? സാരിക്ക് പേരിടാന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അതൊന്നും ആർക്കൊന്നും മനസ്സിലാവില്ല. ഇവർ എന്താ ചെയ്യണേന്നുള്ളത് നോക്കി നടക്കുക ആളുകൾ. ഓവർ എക്സ്പ്രഷൻ ഒന്ന് തീരുമോ? ഇത് തീർന്നില്ലേ? ഓണവുമായിട്ട് മാച്ചില്ലാത്തൊരു സാരി എടുത്തുകൊണ്ട് വന്നോളൂ. എന്തിനാ എല്ലാ വീട്ടിലും ഒരു ഒമ്പു? ഇന്ത്യയിൽ തന്നെ ഈ ഒരെണ്ണം മതിയല്ലോ. അയ്യോ, അതിനൊക്കെ കമൻറ്റിന് എത്രയാ ലൈക്ക് എന്നറിയാം മക്കളെ. അമ്മൂമ്മയുടെ ഡ്രസ്സുകൾ ആദ്യം തിരിച്ചു കൊടുക്ക്. ഇപ്രാവശ്യം ഓണത്തിന് പായസവുമായി പോകുന്നില്ല, അമ്മൂമ്മയ്ക്ക് പായസവുമായി പോകുന്നില്ല. അത് കലക്കി. യൂട്യൂബ് ഡിസ്ലൈക്ക് ബട്ടൺ എടുത്ത് കളഞ്ഞത് എന്തുകൊണ്ടും ഇവർക്ക് നന്നായി. അല്ല, ഈ സാരി എവിടെ കൊണ്ടാ? കേരള സാരി കുറച്ച് പൂണ്ടെന്ന് വെച്ച് കേരള സാരിയോ? ഇത് ഓണം വൈബല്ല, ഈസ്റ്റർ വൈബാണ് തരുന്നത് ചേച്ചി. ഇത് കാണുമ്പോൾ മൂക്കില്ല രാജ്യത്ത് എന്ന സിനിമയിലെ ഫിലോമിന കാണിക്കുന്ന ഒരു രംഗമാണ് ഓർമ്മ വരുന്നത്. ആദ്യം കാല് തൊട്ട് കഴുത്ത് വരെ കാണിക്കുന്ന സുന്ദരിയായ തോന്നും, എന്നാൽ അവസാനം മുഖം കാണിക്കുമ്പോൾ ഫിലോമിന. എൻ്റെ പൊന്നു മോളെ, സാരി കണ്ടാൽ മനസ്സിലാകും അതിനൊരു ക്വാളിറ്റി ഇല്ല എന്ന്. ഈ പൈസക്ക് ഇതിലും നല്ല സാരി കിട്ടും. ഇറ്റ് ജസ്റ്റ് എ ബ്രാൻഡ് വാല്യൂ ദാറ്റ് വാസ് യു യൂസിങ്. ചിരിച്ചു വായിച്ച് ചിരിച്ചിരിച്ചൊരു വഴിക്കായി. ഇതാണ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിൽ അവർ വെറുതെ എല്ലാ പൈസ വാങ്ങിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. അവർക്ക് വിഴുങ്ങാനല്ല. കണ്ടോ, ഷൂട്ട് ബൈ മാത്യു ഫോട്ടോഗ്രാഫി, ഹെയർ ലൂമി ഡിസൈൻ മേക്ക് ഓവർ, ലൊക്കേഷൻ പാരഡൈസ് ലക്ഷറി വില്ല, സാരി ഡ്രേപ്പിംഗ് പൗർണമി മേക്ക് ഓവേഴ്സ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഈ ലക്ഷറി വില്ലക്കൊക്കെ അവർ പൈസ എടുക്കണ്ടേ? പാരഡൈസിനൊക്കെ പിന്നെ വെറുതെ കിട്ടുമോ? ഇപ്പം ഇത്രയും നല്ല ഫോട്ടോഗ്രാഫി ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോ എത്തുന്നില്ല, അപ്പം അതിൻ്റെ പൈസ വേണ്ടേ? ഇതെന്താ വെള്ളരിക്ക പട്ടണോ? അവർ പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ റീസൺ ഉണ്ട്. നിങ്ങൾ സാരിയുടെ പൈസ മാത്രം കൊടുത്താൽ എങ്ങനെ? സാരി ഇത്ര ഭംഗിയിൽ അവർ ഫോട്ടോഗ്രാഫി ചെയ്ത് അവർ ഹെയർ സ്റ്റൈൽ ചെയ്ത് ഡ്രൈപ്പിംഗ് ആർട്ടിസ്റ്റിനൊക്കെ വിളിച്ച് അത് ഡ്രൈപ്പ് ചെയ്യണേ. അല്ലാതെ ഇത് കുഞ്ഞാളിയാണെന്നോ നിങ്ങളുടെ വിചാരം? വെറുതെ അല്ല വില കൂട്ടണേ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ?
വില കൂട്ടി വിൽക്കുന്നതിന് സത്യം പറഞ്ഞ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഇവർ പറയുന്നത് ഹാൻഡ് പിക്ഡ് ആണ്. അത് ശരിയാണെങ്കിൽ ഇവർ ബൾക്കായിട്ട് പ്രൊഡക്ട്സ് എടുക്കുന്ന ആളുകളല്ല, ഹോൾസെയിലായിട്ട് പ്രൊഡക്ട്സ് എടുക്കുന്ന ആളുകളല്ല, റീറ്റെയിലായിട്ടായിരിക്കും വാങ്ങിക്കുക. ഒരു സാധനത്തിന് ഇവർ 5000 രൂപയ്ക്ക് ഇവർക്ക് വേണ്ടി ഒരു സാരി പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. അതേ വിലയുടെ ഒരു 5 എണ്ണം അവരെടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വലിയൊരു ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയില്ല. കടക്കാരെ കയ്യിൽ നിന്ന് 5000 രൂപയുടെ 5 സാരിയോ 10 സാരിയോ അവർ വാങ്ങിക്കുമ്പോൾ ചെറിയ ഡിസ്കൗണ്ടേ മേ ബി അവർക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഈ 5000 രൂപയുടെ സാധനം ഇവർ വിൽക്കുന്നുണ്ടാവുക 7000-നായിരിക്കും. മനസ്സിലായോ? അപ്പോഴേ ഇവർക്ക് അതിൽ നിന്നൊരു ലാഭം കിട്ടും. ഇവരെവിടെയാണോ പോയി അത് പർച്ചേസ് ചെയ്യുന്നത് അവിടെ നിന്ന് അവരെടുക്കുന്ന സാരിയുടെ എണ്ണത്തിൽ ഒരു 5ഓ 10ഓ അത്രേ അവർ പറയുന്നുള്ളൂ ഹാൻഡ് പിക്ഡ് ആണ്, വളരെ കുറവ്, മിനിമലാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം മേ ബി വില കൂടുതൽ. കാരണം ഹോൾസെയിലായിട്ടാണ് നമ്മൾ ഗുജറാത്തിൽ അങ്ങനെയുള്ള ഇതിന് വേണ്ടി പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് അവർ പർച്ചേസ് ചെയ്യുമ്പോൾ ബൾക്കായിട്ട് സാധനം എടുക്കുമ്പോൾ മേ ബി 25,000 രൂപയ്ക്ക് 50 പീസൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല ഇവരെടുക്കുന്നത്. അതുകൊണ്ടാവണം ഇവരുടെ സാരിക്ക് ഇത്രയും വില കൂടുതൽ. ഞാൻ എൻ്റെ ഒരു ഊഹം പറയണം. ഹാൻഡ് പിക്ഡ് ആണെങ്കിൽ ഇവർ പറയുന്ന പോലെയാണ് കാര്യമെങ്കിൽ മേ ബി അങ്ങനെ ആയിരിക്കാം. ഇവർ റീറ്റെയിലേഴ്സിനോട് ഡയറക്റ്റ് വാങ്ങുന്നതുകൊണ്ട് ഇവർ തന്നെ പൈസ കൂട്ടിയിട്ടായിരിക്കും ഒരു സാധനം വാങ്ങിക്കുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ഇവർ ഇത്രയും ചാർജ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇവരുടെ കസ്റ്റമേഴ്സും അങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ്. അത്യാവശ്യം പൈസ ഉള്ളവർക്ക്, അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇതിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാത്ത നോർമൽ പീപ്പിൾസിന് ഒരിക്കലും ഇത്തരം സാരികൾ അഫോർഡബിൾ അല്ല. വൺസ് ഇൻ എ വൈൽ വാസ് ഓക്കെ. അതല്ലാതെ ഈ ഒരു സാരി എടുക്കുന്നത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ പൈസ വേർത്ത് ആവില്ല. കാരണം അതൊരു വേർത്തി സാരി ആവില്ല. കാരണം ഹാൻഡ് പിക്ഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന സാധനമല്ല അത് റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 4-5 സാധനം എടുക്കുമ്പോൾ അതിൻ്റെതായ വിലയുണ്ടാവും. അത് നിങ്ങളിലേക്ക് ഇതിടാം. സോ ഇത് സിയ ബൈ അഹാദിഷിക്കയുടെ ഓണം കളക്ഷനിലുള്ളൊരു സാരിയാണ്. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. ഇറ്റ്സ് കോൾഡ് രുക്മിണി. എനിക്ക് ഈ സാരി ഇഷ്ടപ്പെടാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. ആൻഡ് ഐ വിൽ ടെൽ യു വൈ. ഫസ്റ്റ്ലി ഇറ്റ്സ് ദ കളർ. ഇറ്റ്സ് എ വെരി ക്യൂട്ട് ക്രീം ഓർഗൻസ. ഒരു പാൽപായസത്തിന്റെ ഒക്കെ പോലത്തെ ഒരു കളർ. പിന്നെ ദർ ഇസ് ദിസ് ലവ്ലി ഫ്ലോറൽ എംബ്രോയിഡറി ഓവർ ഹിയർ. ആൻഡ് താഴെ ഇങ്ങനെ ഫ്ലോറൽ പാച്ചസ് ഉണ്ട്. ആൻഡ് ദെൻ ദർ ഇസ് കസവ് ഓൾസോ. അപ്പോ ഐ തിങ്ക് ഒരു ടിപ്പിക്കൽ ട്രഡീഷണൽ ഓണം സാരി പോലെ അല്ല ഇരിക്കുന്നത്. പക്ഷെ എന്നാൽ ഒരു ഓണം വൈബ് നല്ല പോലെയാണ്. ദിസ് ഇസ് റുക്മിണി. ആൻഡ് ഇഫ് യു ലൈക്ക് ദി സാരി യു കൻ ക്ലിക്ക് ഓൺ ദിസ് ലിങ്ക്. വളരെ ലിമിറ്റഡ് പീസസ് ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇനി 3-4 സാരീസേ ബാക്കിയുള്ളൂ. ബിക്കോസ് എവറിത്തിങ് ഇസ് ലൈക്ക് സോൾഡ് ഔട്ട് ലൈക്ക് ദാറ്റ്. കമ്പാരിസൺ ആര്യയുടെ കാഞ്ചീപുരത്തിൽ കണ്ട 9,500 രൂപ കിട്ടുന്ന സാരി ഈ സെയിം സാരി, സെയിം പാറ്റേൺ, സെയിം ഡിസൈൻ, എവറിത്തിങ് സെയിം. ഇവരുടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 14,999 രൂപ. ഒരു തോക്ക് കൊടുത്ത് ഇറങ്ങിക്കോ. മനുഷ്യനെ കൊന്ന് കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം. സിയ ബൈ അഹാദിഷിക എന്നാണ് ഇവരുടെ ക്ലോത്തിങ് ബ്രാൻഡിന്റെ പേര്. ഇന്നലെയാണ് ഇക്കാര്യം ഇവർ യൂട്യൂബിലൂടെ അറിയിച്ചത്. ബ്രാൻഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും പരസ്യപ്പെടുത്തി. ഈ സൈറ്റിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്ന കാഴ്ചയെന്ന് പിന്നീട്. അതുകൊണ്ട് തന്നെ സൈറ്റ് പലപ്പോഴും കിട്ടാത്ത സാഹചര്യം പോലും ഒറ്റ ദിവസം കൊണ്ടുണ്ടായി. ഇതേക്കുറിച്ച് സിയ എന്ന ബ്രാൻഡിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ സ്റ്റോറിയും പ്രത്യക്ഷപ്പെട്ടു. ബ്രാൻഡ് പരിചയപ്പെടുത്തി 1 മണിക്കൂർ കൊണ്ട് 1 മില്യൺ കാഴ്ചക്കാരാണ് ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടത്. ഞങ്ങൾ നന്നായി ഒരുങ്ങി എത്തുമ്പോൾ പതിവായി കേൾക്കുന്ന ചോദ്യമാണ്, ഈ സാരി എവിടെ നിന്നാണ് വാങ്ങിയത്? നിങ്ങളുടെ ഫാഷൻ സ്റ്റൈൽ നല്ലതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഈ ചോദ്യത്തിൽ നിന്നാണ് സ്വന്തമായി ഒരു ബ്രാൻഡ് എന്നതിലേക്ക് എത്തിയതെന്നാണ് സിയാനെ കുറിച്ച് സിന്ധു കൃഷ്ണയും മക്കളും പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നായി ഹാൻഡ് പിക്ക് ചെയ്ത വസ്ത്രങ്ങളാകും ഈ ബ്രാൻഡിന് കീഴിൽ അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ സ്റ്റോക്ക് മാത്രമേ ഉണ്ടാകൂ എന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഇവർ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവുന്നത് ഒരു എക്സ്ക്ലൂസീവ് സാധനമാണ്. അതായത് അവരെവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങുമ്പോൾ കൂട്ടത്തിൽ 4-5 എക്സ്ട്രാ വാങ്ങുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് അവരുടെ ആക്ച്വലി ഇവരാണ് ഇതിൻ്റെ വേറൊരു പ്രൈസ് ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. വേറൊരു ഇൻസ്റ്റാഗ്രാം പേജാണ്. അങ്ങനെയാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അതായത് ഏറ്റവും വില കുറവിൽ ഡ്രസ്സ് വിൽക്കുന്ന ആളടുത്തേക്ക് നമുക്ക് പോവാം. ഓക്കെ, വേറെ ആരുമല്ല, നമ്മുടെ മൂങ്കോഡസ് കൾച്ചർ. അതാണ് കേട്ടോ, സോറി. ഒരു കേസ് കൊടുത്തിട്ട് അതിന് നഷ്ടപരിഹാരം കിട്ടിയെന്നാണ് പറയുന്നത്. ഇവർക്കെതിരെ ഒരു പെൺകുട്ടി കേസ് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ വിധി വന്ന ഒരു 10,000. അപ്പോൾ അതൊരാൾ ചോദിക്കുകയാണ് കമൻറ്റ് സെക്ഷനിൽ, 10,000 രൂപ നഷ്ടപരിഹാരം കൊടുത്തു എന്നാണല്ലോ കേട്ടത്. അപ്പം അങ്ങനെ ഒരു കാര്യം മൂങ്കോഡസ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുള്ള റീപ്ലേ അവർ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. മൂങ്കോഡസിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് 600 സംതിങ് ഫോളോവേഴ്സ് എങ്ങാണ്ടുണ്ട്. 6 ലക്ഷത്തിന് മേലെ ഫോളോവേഴ്സ് ഉള്ള, സബ്സ്ക്രൈബേഴ്സ് ഉള്ള അവരുടെ യൂട്യൂബിൽ നിന്ന് അവർ തന്നെ റീപ്ലൈ കൊടുത്തിരിക്കുകയാണ്. അതിൽ കമൻറ്റ് സെക്ഷൻ മൊത്തം ഓഫാണ്. അപ്പോൾ ലാസ്റ്റ് വന്ന
ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷൻ ഓൺ ആക്കിയപ്പോൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ എന്തേ ഓഫ് ആക്കഞ്ഞ് പിന്നെ താൻ എങ്ങനെയാണ് റീപ്ലൈ ചെയ്തതെന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അവർ റീപ്ലൈ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിൽ ചോദിക്കുന്നുണ്ട് 10,000 രൂപ കോമ്പൻസേഷൻ കസ്റ്റമറിന് കൊടുക്കാൻ കൺസ്യൂമർ കോർട്ട് ഓർഡർ ആയി എന്ന് കേട്ട് ശരിയാണോ? അങ്ങനെ ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുൻകോഡസിനെ ഒന്ന് ഇൻഫോം ചെയ്യാൻ പറയണേ. മുൻകോഡസ് അത് അറിഞ്ഞിട്ടില്ല, അതായത് ആ ക്യാഷ് കൊടുക്കില്ല എന്നുള്ളൊരു ധാർഷ്ട്യം അവരവിടെ പറയുകയാണ്. അതായത് അങ്ങനെ ഒരു ക്യാഷ് കൊടുക്കാനുള്ള വിധി വന്നിട്ടുണ്ടാവാം, പക്ഷെ അങ്ങനെ ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഭയങ്കരം തന്നെ, ഇങ്ങനെ പറയാൻ പറ്റണേ. കസ്റ്റമറിനെ പറ്റിച്ചുണ്ടാക്കിയ പൈസയാണ് അവർ ഒരാൾക്കും ഓർഡർ കൊടുത്തിട്ടില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർ ഓർഡർ എടുക്കുകയും മാസങ്ങളോളം വെയിറ്റ് ചെയ്യിക്കുകയും വർഷങ്ങളോളം വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം. ഇപ്പോൾ ഇവർ 1000 കസ്റ്റമറിലാണെങ്കിൽ ഒരു 500 പേർക്ക് ഇതാണ് അനുഭവം. 500 പേർക്ക് കിട്ടുന്നുണ്ട്. അതവർ പറയുന്നുണ്ട്. ഡെയിലി 1000 2000 ഓർഡേഴ്സ് അവർക്ക് പോകുന്നുണ്ട്. പക്ഷെ അവരാരും മെസ്സേജ് അയക്കുന്നില്ല. ഈ 1000 2000 ഇത് പോകുന്നത് ഒരു പക്ഷെ 6 മാസം 8 മാസം വെയിറ്റ് ചെയ്തവരാ. അതല്ലാതെ ഇവർ സാധനം പ്ലേസ് ചെയ്ത പാട് തന്നെ ഓർഡർ ഇതെടുക്കുന്നില്ല, സ്റ്റിച്ച് ചെയ്യുന്നില്ല. അതൊരുപാട് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ പല യൂട്യൂബ് വീഡിയോസും പല റിവ്യൂസും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. എന്താണ് ഇവർക്കെന്താ ഇവരെ പറ്റി പറയാനുള്ളതെന്ന്. ഇവർക്കൊരു സ്വയം വിലയിരുത്തലുണ്ടല്ലോ. ഇവരുടെ വിചാരം ഇവർ വളരെ നല്ലതാണ്, ഇവരുടെ ഭാഗത്തുനിന്ന് ചെറിയ മിസ്റ്റേക്സ് പറ്റി ഇവരുടെ പേഴ്സണൽ ഇഷ്യൂ കൊണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ സത്യം അതല്ല കേട്ടോ. കാരണം ഇവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. എന്നാലും അതിനൊരു അപ്പോളജി അവർ കൊടുക്കുന്നില്ല. കസ്റ്റമേഴ്സിനോട് റിബലായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അതല്ലാതെ ഇവർ പറയുന്നത് എന്തൊക്കെയോ ഓപ്ഷനുണ്ട്, അങ്ങനെ ഓപ്ഷനുണ്ട്, ഇങ്ങനെ ഓപ്ഷനുണ്ട്. വില കുറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇവരത്. ആഹാരകൃഷിത ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങളും ഇവർ വില കുറഞ്ഞ വസ്ത്രങ്ങളും, അതായത് ആ രീതിയിൽ തട്ടിപ്പാണ് അവിടെ. ഇവിടെ വില കുറഞ്ഞെന്ന് പറഞ്ഞ സാധനം കിട്ടാനില്ല. കിട്ടിയ സാധനമാണെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഇല്ല, റീപ്ലേസ്മെൻ്റ് ഇല്ല, ഒന്നുമില്ല, ഒരു തേങ്ങയില്ല. കിട്ടുന്നതാണെങ്കിൽ ഇവർ വണ്ണം വെച്ചിട്ടായിരിക്കും. അതായത് ഇവർ മീഡിയം സൈസുള്ള ഒരു പെൺകുട്ടി ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലാർജ് സൈസ് ആയിട്ടുണ്ടാവും, വിവാഹം കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞ്. ആ രീതിക്കാണ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇവർ ന്യായീകരിച്ച് മെഴുകുവാണ്. അത് ജനങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമില്ല, ഇവരുടെ പേഴ്സണൽ ഇഷ്യൂ. അതാണ് മെയിൻലി എല്ലാവരും എടുത്തു പറയുന്നത്. കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് എന്ത് ചെയ്യണം, കൊടുക്കണം. വില കുറവിലാണ് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ വില കുറഞ്ഞിട്ടും ആൾക്കാർക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ, വില കുറഞ്ഞിട്ട് കിട്ടുന്ന സാധനം നല്ലതല്ലെങ്കിൽ, ആദ്യമൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ വാക്ക് പാലിച്ചിരുന്നു. അതായത് നല്ല സാധനമെങ്കിലും കിട്ടിയിരുന്നു. അത് ഒരുപാട് മാസം കഴിഞ്ഞിട്ടാണെങ്കിലും കിട്ടുന്ന സാധനം നിങ്ങൾ ഫോട്ടോയിൽ കാണിച്ച് അതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ഡിസൈൻസ് മാറി, നിങ്ങൾ അതിൽ കാണിക്കുന്ന ഹെവി വർക്ക്സ് അല്ല കിട്ടുമ്പോൾ നിങ്ങൾ 10 മുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആളയിൽ 4 മുത്തേ ഉള്ളൂ. അത് സത്യമാണ്, അതൊരു സത്യസന്ധമായ കാര്യമാണ്. വിമർശിച്ചതിൽ കുറേയൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നു, കുറേയൊക്കെ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്തതുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടില്ല എന്നാ വിടുക, അത് മൈൻഡാക്കാൻ പോകാറില്ല. പക്ഷേ അതൊക്കെ മൈൻഡാക്കണമായിരുന്നെന്നും എല്ലാത്തിൻ്റെയും പിന്നാലെ പോയി അതിന് മറുപടി കൊടുക്കണമെന്നുള്ളതും ഞാൻ അത്രയ്ക്ക് അതിനന്ന് എടുത്തില്ല. പിന്നെ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു സംസാരത്തിൻ്റെ ഇടയിൽ കേട്ട കാര്യമാണ്. അതായത് ഒരു ഇൻഫ്ലുവൻസറായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വീഡിയോ വൈറൽ ആവാനായിട്ട് മുൻകോഡസിൽ നിന്നൊരു ഡ്രസ്സ് വാങ്ങി അതിൻ്റെ വീഡിയോ ചെയ്താൽ മതി, വെറുതെ ഒരു വീഡിയോ ചെയ്താൽ മതി. അത് ശരിയാണോ തെറ്റാണെന്ന് എനിക്ക് മുൻകോഡസിൻ്റെ പേര് എന്ന് പറയുന്നത് ആളുകൾ ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത്. പിന്നെ ഇപ്പോഴും എന്താ പറയുക, ഇപ്പോൾ ഒരു സമയത്ത്, ഇപ്പോൾ 2024 സമയത്ത് എൻ്റെ മകന് വന്ന ഒരു പ്രശ്നം, അതായത് ഹെഡ് ഇഞ്ചുറി, അതുപോലെ 2024 ലാസ്റ്റിൽ എൻ്റെ അമ്മയ്ക്ക് വൈകാരിക വന്നതും 2025 അവരുടെ മരണവും, ഈ 2 കാലം എൻ്റെ ശ്രദ്ധ ഒന്ന് മാറ്റിയപ്പോൾ എന്താ പറയുക, നമ്മുടെ സിസ്റ്റത്തിൽ, മാനേജ്മെൻറ്റിൽ ഒത്തിരി വീഴ്ചകൾ സംഭവിച്ചു. നമ്മുടെ ഫാക്ടറിയിലൊരു പ്രോബ്ലം സംഭവിച്ചു. അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടത് കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ ഞാനൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ ഇൻഫോം ചെയ്യുന്നു. മുൻകോഡസ് കൗച്ചറിന്റെ ബുക്കിംഗ് വെബ്സൈറ്റ് വഴി മാത്രമാണ്. നോ വാട്സ്ആപ്പ് ബുക്കിംഗ്, നോ ഇൻസ്റ്റാ ബുക്കിംഗ്, നോ ഫേസ് ബുക്കിംഗ്, ഓൺലി ബുക്കിംഗ് വൈ അവർ വെബ്സൈറ്റ് www.munkodasculture.com. അപ്പോൾ ഒത്തിരി ഫേക്ക് പേജസ് ഉണ്ട്. മുൻകോഡസിന്റെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് മിസ്യൂസ് ചെയ്യുന്നത്. അതായത് ഒത്തിരി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, ഒത്തിരി വാട്സ്ആപ്പുകളുണ്ട്. അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നല്ല വീഡിയോസ് അവർ നമ്മുടെ മുൻകോഡസിന്റെ പേരിൽ തന്നെ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മുടെ എന്താ പറയുക ലിങ്ക് ഒക്കെ കവർ ചെയ്തിട്ട് അതിൽ വാട്സ്ആപ്പ് നമ്പറും എന്താ 1500 ഡ്രസ് 150 200 എന്നൊക്കെ നമ്മുടെ ആളുകൾ എന്തെങ്കിലും വേഗം ചെന്ന് വാട്സ്ആപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പിൽ പോകും.
പോകും. അപ്പോഴേക്കും ഒരു QR കോഡ് അയച്ചു കൊടുക്കും. QR കോഡ് അയച്ചു വേഗം അങ്ങ് പേ ചെയ്യും. ആർക്കാണ് പേ ചെയ്യുന്നത്, എവിടെയാണ് പേ ചെയ്തത്? 1500 2000 രൂപയുടെ ഡ്രസ്സൊക്കെ 250 കാണുമ്പോഴേക്കും അങ്ങ് ഓടിച്ചിറങ്ങ് പേ ചെയ്യണം. ആർക്കാണ് പേ ചെയ്യുന്നത് പോലും നോക്കാതെ അത് കഴിയുമ്പോൾ ഒരു ബ്ലോക്ക് ചെയ്തു. മുൻകോടസിന്റെ കമന്റ് ബോക്സിൽ മുൻകോടസ് കൗച്ചർ ഫേക്ക് ആണ്, ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു അത് പറയാം. ഈ അങ്ങനെ കമന്റ് ഇടുന്നവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. ബ്ലോക്ക് ചെയ്യും എന്തായാലും. കാരണം എന്താ വെച്ചാൽ മുൻകോടസിന് വാട്സ്ആപ്പ് ബുക്കിംഗ് ഇല്ല, വെബ്സൈറ്റ് വഴി മാത്രമാണ് ബുക്കിംഗ് ഉള്ളൂ. എന്തെങ്കിലും കംപ്ലീറ്റ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. നമുക്ക് 3 ഓപ്ഷനിൽ 3 വിലയാണ്. ഒരു 5-6 മാസം കൊണ്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ അതിന് 1000-ന് താഴെ ഉണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞ ഒറിജിനൽ ബുട്ടീക്സിൽ 7000-8000 രൂപ പ്രൈസ് ഉള്ള സാധനം എന്റെ അടുത്ത് 5-6 മാസം കൊണ്ട് കിട്ടുന്നതാണെങ്കിൽ ചിലപ്പോൾ അത് 1000-ന് താഴെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൽ നമ്മൾ അതൊരു ഓപ്ഷൻ, ലോ പ്രൈസ് വിത്ത് നോർമൽ ഡെലിവറി. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, എക്സ്പ്രസ് ഡെലിവറി ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അത് 20 വർക്കിംഗ് ഡേയ്സിൽ, അതായത് ഒരു മാസത്തിൽ നമുക്ക് കിട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഈ വില ഒരു 3000-4000 വിലയുണ്ട്. ഇനിയിപ്പോൾ അതുമല്ല, എനിക്ക് ഒരു മാസം കൊണ്ടല്ല, എനിക്ക് 2 ദിവസം കൊണ്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് കസ്റ്റമൈസേഷനിലോട്ട് മാറും. അപ്പോൾ ഈ എക്സ്പ്രസ് ഡെലിവറിയുടെ വിലയാവില്ല. അതിന് പിന്നെ തീർച്ചയായിട്ടും, അതായത് ഇപ്പോൾ എല്ലാവരും വിചാരിക്കേ ഇങ്ങനെ പറയും, ഇപ്പോൾ കളിയാക്കുക ഇന്ന് ബുക്ക് ചെയ്താൽ 16 തീയതി കിട്ടും, അല്ലെങ്കിൽ കല്യാണത്തിന് ബുക്ക് ചെയ്താൽ കൊച്ചുണ്ടാവുക കിട്ടുന്നുള്ളത്. അതായത് നമ്മുടെ നിന്ന് വാങ്ങാത്തവരൊക്കെ പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, ഓപ്ഷൻ ഉണ്ടല്ലോ, സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതൊക്കെ മതി എന്നുള്ളത് സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ, നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെബ്സൈറ്റ് തുടങ്ങിയേക്കാളും മുന്നേ നമുക്ക് അതിൽ മുൻകോടസ് തുടങ്ങുമ്പോൾ എൻ്റെ വിഷൻ എന്തായിരുന്നു, അതായത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രസ് കസ്റ്റമർ കൊടുക്കണം എന്നുള്ളതായിരുന്നു. വില കൂട്ടി വെച്ചിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ വില കൂട്ടി ഒരു 600-700% ഒക്കെ ലാഭം ഇട്ട് വെക്കുന്നതും സത്യം പറഞ്ഞാൽ ഈസിയാണ്. ഒരു ദിവസം ഒരു പ്രോഡക്റ്റ് പോയാൽ മതി. പക്ഷേ എന്താ പറയുക, അത്രയും റേറ്റ് കുറവില്ല, അത്രയും റിസ്ക് എടുത്ത് അത് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കേട്ടിട്ടും ഇത്രയും വിലക്കുറവിന് കൊടുക്കുന്നതുകൊണ്ട് ഇത്രയും ശത്രുക്കൾ ഉണ്ടാക്കി വെച്ചേക്കണം, ഇത്രയും കേട്ടിട്ടും നിനക്കൊന്ന് നന്നായിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തോ ഞാൻ എന്ത് വിഷന്റെ പേരിലാണോ അത് തുടങ്ങിയത്, അത് മാറ്റാനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ സിസ്റ്റം മാനേജ്മെന്റ് എല്ലാം ഇങ്ങനെ റെഡിയാക്കി വരികയാണ്. തെറ്റ് എവിടെയാണോ സംഭവിച്ചത് അവിടെ നിന്ന് അത് തിരുത്തിക്കൊണ്ട് വരികയാണ്, ഓരോ ദിവസം കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരാനായിട്ട്. ഇപ്പം നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇപ്പോൾ മുൻകോടതിൽ ഭയങ്കര സംഭവമായിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാത്തതെന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റിങ്സ് ആണ് സൈഡിലൂടെ മുഴുവൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇത്രയും വേഗം തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞങ്ങൾ വിശ്വസിച്ച ഓരോ കസ്റ്റമറിനും നന്ദി, വിമർശിച്ചവർക്കും നന്ദി. കാരണം വിമർശനങ്ങൾ ഇല്ലെങ്കിൽ ഒരിക്കലും എന്താ പറയുക, നമുക്ക് ഒന്നും മെച്ചപ്പെടുത്താനായിട്ട് പറ്റില്ല. പക്ഷേ വൈറലാവാൻ വേണ്ടി ചെയ്ത വിമർശനങ്ങൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ മുൻകോടസിന്റെ യാത്ര എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേറ്റ് കുറവിന് ഒരു സാധനം കൊടുക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പൊ ഡെയിലി നമ്മുടെ അവിടെ നിന്ന് ഒരു 1000-2000 പ്രൊഡക്ട്സ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്ക് എന്താ പ്രൊഡക്ട്സ് കിട്ടിയതെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാത്തതെന്നൊക്കെ. ഇത് മുൻകോടസിന്റെ എല്ലാ തെറ്റുകളും തിരുത്തി ഏറ്റവും സൂപ്പറായിട്ട് തന്നെ വില ഒന്നും കൂട്ടാണ്ട്. അപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും, അയ്യോ മുൻകോടസ് എന്താ ഇപ്പോൾ വേറെ പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ ഇടാത്തത് എന്ന്. ഇടാത്ത വരുന്നതുകൊണ്ടല്ല, പെയിന്റിങ്സ് അങ്ങനെ വേഗം ഒന്ന് തീർന്നു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ആക്കുന്നത്. കാരണം മുൻകോടസ് ഗുജറാത്തിൽ വേറെ ഓഫീസും ഫാക്ടറിയും തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഇതിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വില കുറച്ച് തരാൻ പറ്റിയ അത്രയും നല്ലതെന്ന് ഞാൻ വിചാരിക്കണേ. അതും എല്ലാവരുടെ കയ്യിലെത്തുന്നേക്കാളും മുന്നേ ഏറ്റവും ഫാസ്റ്റായിട്ട് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. അതായത് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ കംപ്ലയിൻസ് വരുന്നത് 2024-2025 സമയമാണ്. അപ്പം എൻ്റെ മോൻ്റെ ഹെഡ് ഇഞ്ചുറി വന്ന സമയത്തും എൻ്റെ അമ്മയ്ക്ക് വേണ്ടായ 2 സമയത്തും എനിക്ക് കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. ആ മാറി നിൽക്കേണ്ടി വന്ന സമയങ്ങളിൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുറേ മിസ്റ്റേക്കുകൾ. അപ്പം അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിന് വേഗം ശരിയാക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഉത്തരവാദിത്തം പൂർണ്ണമായി ഞാൻ ഏറ്റെടുക്കുന്നു. ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നിങ്ങളുടെ കൂടെ മുൻകോടസ് എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ മുൻകോടസിനെ ഓർക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി എന്താ, നിങ്ങൾ വെറുതെ ഡ്രസ്സ് ഇട്ടിട്ട് വന്ന് ചുറ്റിക്കറങ്ങി പോകുന്ന വീഡിയോ ആണോ? അതിലുപരി മൂൺഗോഡസിൻ്റെ ഒരു ഡ്രസ്സ് ആളുകൾ ഇട്ട് അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റിയും 10 ആളുകളോട് പറഞ്ഞ് അങ്ങനെയൊക്കെ ബുക്കിംഗ് വരില്ലേ? നിങ്ങളിവിടെ വന്നിരുന്ന് നിങ്ങളുടെ വിഷനെ കുറിച്ചൊക്കെ പറയുമ്പോണ്ടല്ലോ, നിങ്ങളെ വിഷൻ കാരണം വിഷമിച്ചത് ഇവിടുത്തെ കസ്റ്റമേഴ്സാണ്, പാവങ്ങൾ. അൺഫോർച്ചുനേറ്റ്ലി വർഷങ്ങളായിട്ട് നിങ്ങളുടെ ഓർഡർ ചെയ്തിട്ട് കിട്ടാത്ത ഡ്രസ്സ് കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ മുന്നിൽ വന്നിട്ട് നിങ്ങളെ കുടുംബ പ്രശ്നം വീട്ടുകാരുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ മൃണാലിൻ്റെ വീഡിയോ പറഞ്ഞ പോലെ നിർത്തി പോകണം, ഷട്ടറിട്ട് അടച്ചു പോകണം. പൂട്ട് വേണമെങ്കിൽ ആരെങ്കിലും ഞാൻ വേണമെങ്കിൽ കൊണ്ടുവരാം, അതാ നല്ലത് അല്ലേ? അല്ല ഇങ്ങനെ കഷ്ടപ്പാടാണെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് ഇത് എന്തിന് കസ്റ്റമേഴ്സ് അറിയേണ്ട ആവശ്യം? കസ്റ്റമേഴ്സിന് അതിൻ്റെ കാര്യമില്ല. നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഇടുക, ഓർഡേഴ്സ് ലേറ്റ് ആവും. കാരണം എനിക്കിങ്ങനെ വിഷയങ്ങളുണ്ട്, ഐ ഹാവ് പേഴ്സണൽ പ്രോബ്ലംസ്. പിന്നെ പെട്ടെന്ന് കയറി വന്നൊരു ഇൻഫ്ലുവൻസർക്ക് വൈറലാണെങ്കിൽ മൂൺഗോഡസ് എന്നൊരു ഡ്രസ്സ് ഓർഡർ ചെയ്യുക, എന്നിട്ടൊരു വീഡിയോ ചെയ്യാതെ നിങ്ങൾക്ക് ഒരു ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങളത് പറയും. കാരണം നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചൂടെ, ആ വീഡിയോ ചെയ്യുന്ന ആൾ അത്രയും നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ് അത് യൂസ് ചെയ്യണമെന്നുള്ളത്. നിങ്ങൾക്ക് ഇത്രത്തോളം നെഗറ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരെ ഇത്രത്തോളം അലിഗേഷൻസ് ഉള്ളതുകൊണ്ട് അത് യൂസ് ചെയ്യണോ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? അപ്പം അതെന്തോ ഒരു ക്രെഡിറ്റ് പോലെ പറഞ്ഞിട്ട് പോയപ്പോൾ എനിക്ക് എന്താ തോന്നിപ്പോയിട്ടാ സീരിയസ് ആയിട്ട്. ആസനത്തിൽ ആല് കിളിച്ചാൽ അതും ഒരു തണൽ എന്ന് പറയാറുണ്ട് പലരും. എനിക്കതാണ് സീക്രട്ട് ഏജന്റ് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്.
ഇവരെ പറഞ്ഞതല്ല കേട്ടോ, ഓർമ്മ വന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.